എവിടെയാണ് ഒരിക്കലും ഒരു മനുഷ്യർ ഇവിടെ തിരിഞ്ഞു പോവല. ഇതുപോലെ നമ്മുടെ പോളിയേട്ടന്റെ ശരീരത്തിന് വില പറഞ്ഞതാണ് 10 ലക്ഷം രൂപ. നമ്മൾ വയനാട് മക്കൾ വിടരുത്. ഇവര് ഈ ബോഡി ഇവിടെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇവര് ബോഡി തട്ടിപ്പോവും. 100% ഉറപ്പാ ഇവര് ബോഡി തട്ടിപ്പോവും. പോവൂലേ? അല്ലെന്ന് പറ. ഇവര് ബോഡി തട്ടിപ്പോവും. പിന്നെ ഇവരെ കാണണമെങ്കിലേ ഞാനോ എന്റെ ഏട്ടനോ നമ്മൾ ആരും മരിക്കേണ്ടി വരും. 10 ലക്ഷം രൂപ ഇവിടെ വെച്ച് നൽകും. ഇവിടെ 10 ലക്ഷം തരാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പെർമനന്റ് ജോലി തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇനി അതിന് സമ്മതിച്ചില്ലെങ്കിൽ അടുത്ത മുന്നോട്ട് ഇറങ്ങും. അത് കഴിഞ്ഞാൽ മുന്നോട്ട് ഇറങ്ങും. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് സർക്കാർ ഈ തലത്തിലൊരു തീരുമാനമെടുത്തു. ഇനി അടുത്തത് വേറൊരു കാര്യം കൂടി നമുക്ക് DMOയോട് ആവശ്യപ്പെടാനുണ്ട്. കഴിഞ്ഞ ആഴ്ച വീട്ടിലേക്ക് പലചരക്ക് സാധനം മേടിക്കാൻ പോയ ഒരു യുവാവിനെ ആന ചവിട്ടി അരയ്ക്ക് താഴെ തളർന്നു കിടക്കുവാണ്. ഇതുവരെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. DMOനെ ഞങ്ങൾക്ക് അതിന് കാണണം, സംസാരിക്കണം. ഒരു പരിഹാരം കാണണം. ഇപ്പോൾ 10 ലക്ഷം ഇനിഷ്യലായിട്ട് കൊടുക്കണമെന്ന് ഞങ്ങളിപ്പോൾ തീരുമാനിച്ച് പറഞ്ഞു. EJ ബാബു ഞാനിവിടെ സംസാരിച്ചു. അവർ സമ്മതിച്ചിട്ടുണ്ട്. അവർ സമ്മതിച്ചിട്ടുണ്ട്. അതിലപ്പുറം നമുക്ക് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ആ കാര്യങ്ങളൊക്കെ അത് പറയാനുള്ളൂ. ആർക്കാ? അവർക്ക് വേണ്ടിയാ പറഞ്ഞത്. ആരാ? എവിടെയാണ് ഒരിക്കലും ഒരു മനുഷ്യർ ഇവിടെ തിരിഞ്ഞു പോവല. ഇത്ര ആൾക്കാരെ കൂടിയിട്ട് പ്രിയമുള്ളവരെ, എനിക്ക് ഒരു വാക്ക് പറയാനുണ്ട്. നമ്മുടെ സഹോദരൻ അജി അതിദാരുണമായി കൊല്ലപ്പെട്ട സമയത്ത് നമ്മളടക്കം മാനന്തവാടിയിൽ ഇതുപോലെ ഒരു പ്രതിഷേധം നടത്തിയ സമയത്ത് കളക്ടർ അടക്കം ഇരുന്ന് ചർച്ച ചെയ്ത കാര്യമാണ്. ആദ്യം ഇതുപോലെ നമ്മുടെ പോളിയേട്ടന്റെ ശരീരത്തിന് വില പറഞ്ഞതാണ് 10 ലക്ഷം രൂപ. നമ്മൾ വയനാട് മക്കൾ വിടരുത്. എല്ലാവരും ഉണ്ട്. അതിപ്പോ തന്നെ തീരുമാനാക്കട്ടെ. റേഞ്ച് ഓഫീസിലേക്ക് അടക്കം മാർച്ച് നമുക്ക് സംഘടിപ്പിക്കുന്നുണ്ട്. നാളെ നമ്മക്കും ജീവിക്കണ്ട. ഇവിടെ നാളെ നമ്മക്ക് സംഭവിച്ചാലും ഈ ജനങ്ങളുണ്ടാവുള്ളൂ. ഈ മറ്റവരാരും ഉണ്ടാവൂല. ഈ DF ഉണ്ടാവൂല. ആരും ഉണ്ടാവൂല. ഈ ജനങ്ങളെ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിനെ തീരുമാനാക്കാണ്ട്, നമ്മുടെ ഈ കാട്ട് ജന്തുക്കളുടെ തീരുമാനാക്കാണ്ട് ഇവിടുന്ന് ആരും വിടരുത്. വിട്ടാൽ നമുക്ക് പോകണം കേടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിന് ഉറപ്പായ തീരുമാനം ഇവര് തരാണ്ട് നമ്മളെ വിടരുത്. അവരെ വിടരുത്. അതിന് നിങ്ങളുടെ അവസരം എന്താ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ ഒരു ഡെഡ് ബോഡിയാണ് ഇവിടെ ആംബുലൻസിലുള്ളത്. അത് വെച്ചിട്ടൊരു വിലപേശൽ അല്ല. ശരത്തിന് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യാമെന്ന് കളക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് എമൗണ്ട് എത്രയെന്ന് പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ ഇതിന് വെച്ച് വിലപേശുന്നത് ശരിയല്ല. പിന്നെ നിങ്ങൾ ആ ഡെഡ് ബോഡി ഒന്ന് അതിന് നമ്മൾ പരിഹാരം കണ്ടെത്താം. അത് നമ്മൾ സംസാരിക്കുന്നതാണ്. നിങ്ങൾ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്നത് കേൾക്കാം. നിങ്ങൾ ആ ബോഡിയോട് അനാദരവ് കാണിക്കരുത്. നിങ്ങൾ അവരെ ബോഡി ഇറക്കി വെക്കാനുള്ള സാഹചര്യം ചെയ്യുക. മറ്റുള്ള കാര്യങ്ങൾ ചെയ്യൂ. ഈ പറയുന്ന കാര്യങ്ങൾ ഉറപ്പ് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. ബാക്കി നമുക്ക് അതിന് ശേഷം ആലോചിക്കാം. നിങ്ങൾ ഈ പറയുന്നത് അനുസരിക്കും. ഹലോ, ഒരു കാര്യം പറയാം. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞില്ല, നിർത്താണ്. എന്താ കാര്യം എന്നറിയോ? ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞില്ലേ, ഇവര് ഈ ബോഡി ഇവിടെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇവര് ബോഡി തട്ടിപ്പോവും. 100% ഉറപ്പാ ഇവര് ബോഡി തട്ടിപ്പോവും. പോവൂലേ? അല്ലെന്ന് പറ. ഇവര് ബോഡി തട്ടിപ്പോവും. പിന്നെ ഇവരെ കാണണമെങ്കിലേ ഞാനോ എന്റെ ഏട്ടനോ നമ്മൾ ആരും മരിക്കേണ്ടി വരും. അന്ന് അവരെ കാണുള്ളൂ. അല്ലെങ്കിൽ ഇവരെ കാണൂല. ഈ സാർ അടക്കം നമ്മൾ കാണണമെങ്കിൽ നമ്മുടെ ബോഡി കാണാനേ വരുള്ളൂ. അവര് ഈ തീരുമാനം ഇവരെ കിട്ടിയ ടൈമിന് നമ്മൾ മുതലാക്കിയില്ലെങ്കിൽ ഈ
കാളിയമ്മയാണ് സത്യം ഞാൻ പറയാണ്. ഇവരെ കിട്ടൂല ഞാൻ പറഞ്ഞേക്ക്. അതും കൊണ്ട് നമ്മുടെ കുട്ടി മരിച്ച് ഒരു ആന തട്ടി എന്ന് പറഞ്ഞില്ലേ, ഏതെവിടെ ആന തട്ടി എന്ന് പറഞ്ഞില്ലേ, ഈ ആന തട്ടി എന്ന് പറഞ്ഞ ആള് ഇതിന്റെ കറക്റ്റ് തീരുമാനമാണ്.